ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ എൻ്റെ ഒരു പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് എണീച്ച് ചായയൊക്കെ കുടിച്ചു. എനിക്ക് പോയിട്ട് കുളിക്കണം. കാരണം തന്നെ 2 ഫ്രണ്ട്സ് വരുന്നുണ്ട് ഗായ്സ് ഫോർ കമ്പൈൻ സ്റ്റഡി. നമ്മൾ ഫുൾ പഠിപ്പായിരിക്കും എന്നാണ് വിചാരം. അപ്പോൾ ഇവരെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ ഞാൻ പോയിട്ട് എടുക്കേണ്ടി വരും. അതിലൊരു കുട്ടി ഹോസ്റ്റലിലാണ്. അപ്പോൾ അവൾ ഈ ഫ്രണ്ടിൻ്റെ വീട്ടിൽ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ എനിക്കൊരു സബ്ജക്റ്റ് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അവരും കൂടി വന്നാൽ നമുക്കത് ഓക്കെ ആക്കാം എന്ന് വിചാരിക്കണു. അപ്പോൾ ഞാൻ പോയിട്ട് കുളിച്ചിട്ട് വരാം. ബൈ ഗൈസ്. ഞാൻ അങ്ങനെ കുളിച്ചു. ഇനി നമുക്ക് അവരെ പോയിട്ട് വിളിക്കാം. അതിനു മുന്നേ ഇവിടെ ജ്യൂസ് ഉണ്ടാക്കി വെച്ചിട്ട് പോവാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാം ഗൈസ്. ഗൈസ് അങ്ങനെ ഞാൻ അവരെ പോയിട്ട് കൊടുന്നു. നമുക്ക് അവരെ കാണാം. ഗൈസ് അവര് കേറുന്നു. ഗൈസ് അവർക്ക് വ്ളോഗിൽ വരാന്നാണെന്ന് പറയുന്നത്. ഗൈസ് അങ്ങനെ ഞാൻ ജ്യൂസ് ഒക്കെ ഉണ്ടാക്കി. എന്റെ കൈ കൊണ്ട് ഉണ്ടാക്കിയ ജ്യൂസ്. ഞാൻ കൊടുക്കാൻ പോവാണ്. ഇഷ്ടായോ പെണ്ണിനെ? ഇവിടെ ശരിക്കും ചക്കൻ കാണാൻ വന്നിരിക്കണ പോലെ ഉണ്ട്. ഇഷ്ടായോ ഇവിടെ തന്നെ? കുടിക്കേ എങ്ങനെയുണ്ട് പറ ഗൈസ്. ഞാൻ ഉണ്ടാക്കിയതാണ് ജ്യൂസ്. ഇങ്ങനെ മുഖത്ത് എക്സ്പ്രഷൻ പോരാലോ. പുളിപ്പാ മധുരം ഗൈസ്. അപ്പൊ നമ്മൾ റൂമിൽ വന്നു. ഇനി നമ്മൾ ഫുൾ പഠിപ്പാണ് ഗൈസ്. പഠിപ്പൊന്നും നമ്മൾ അങ്ങനെ കാണിക്കണില്ല. കാരണം എന്തായാലും ഞങ്ങൾ ഇനി പഠിക്കാൻ പോവാണ് ഗൈസ്. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇവര് ഞാൻ പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഇവര് വന്നേക്കണത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് രണ്ടാൾക്കും അറിയില്ല അത്ര. അപ്പോൾ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, 2 ദിവസമായി ചോദിക്കണു ഒന്ന് പഠിപ്പിച്ചു തരുമോ എന്നൊക്കെ ചോദിക്കണം ഗൈസ്. അപ്പോൾ എനിക്ക് പിന്നെ ഞാൻ പാവല്ലേ പിള്ളേരെന്ന് വെച്ചിട്ട് ഞാൻ പഠിപ്പിക്കാൻ വന്ന വീട്ടിൽ വന്നോ പഠിക്കാന്ന് പറഞ്ഞു. അതന്നെ. അപ്പൊ ബൈ പറയൂ അനുശ്രീ. ബൈ ബൈ. പഠിച്ചിട്ട് വരാ പറയൂ. പഠിച്ചിട്ട് വരാം കേട്ടോ ഗൈസ്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കണ്ടായിരിക്കും ഞങ്ങളൊന്നും പഠിച്ചില്ല എന്ന്. ഇപ്പൊ ടൈം എത്ര എഴുതി? 12:55. 12:55. ഞങ്ങളൊരു ഏകദേശം ഒരു 1.5 മണിക്കൂറായി അല്ലേ? 1.5 മണിക്കൂറായി നമ്മൾ പഠിച്ച്. നമ്മളൊരു ചാപ്റ്റർ കഴിഞ്ഞു അല്ലേ അനുശ്രീ? ഞാൻ ഇവർക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടേക്ക് മതിയായി. ഇവർക്കാണെങ്കിൽ ഒന്നും ബേസിക് കാര്യങ്ങൾ പോലും അറിയില്ല. ഞാനാണ് പഠിപ്പിച്ചു കൊടുക്കണത് ഗൈസ്. ശരിക്കും ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് ഗൈസ്. അപ്പൊ ശരി ഗൈസ്, ഞങ്ങൾ ഇനി ഫുഡ് കഴിക്കാന്ന് വിചാരിക്കുകയാണ്. അമ്മ ചിക്കൻ കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഗൈസ്. അപ്പൊ നമുക്ക് പോയിട്ട് ഫുഡ് കഴിക്കാം ഗൈസ്. ഇവളുടെ പേരാണ് അനുശ്രീ. ഇവളുടെ പേര് അതുല്യ. 2 ആളും തറവാട്ടെ പറഞ്ഞതാണ്. ശരി ഗൈസ്, ബൈ ഗൈസ്. നമ്മൾ പുറത്തേക്ക് ഇറങ്ങി ഗൈസ്. ഇതാണ് എന്റെ സുന്ദരി അമ്മ. ഓ മൈ ഗോഡ് ഗൈസ്. എല്ലാവരും പറയണു എന്റെ അമ്മയുടെ ഫോട്ടോകോപ്പിയാണ് ഞാനെന്ന്. നിങ്ങക്ക് തോന്നുന്നുണ്ടോ ഗൈസ്? എവിടെയൊക്കെ ഞങ്ങൾ കുറച്ച് മുഖച്ചായുണ്ട്. ഈ കറുപ്പ് കുത്ത് എനിക്ക് ഇവിടെ വന്ന ശരിക്കും ഞാൻ എന്റെ അമ്മയുടെ പോലെയാണ്. ഗൈസ് നമുക്ക് എന്തൊക്കെ ഉണ്ടെന്ന് കാണാം. ചോറുണ്ട്, പരിപ്പ് കറിയുണ്ട്, കാളനുണ്ട്, അച്ചാറുണ്ട്, ചിക്കൻ കറി ഉണ്ട്, പിന്നെ പപ്പടം ഉണ്ട്. പപ്പടം നമുക്ക് എടുക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ കഴിച്ചിട്ട് കാണാം. ഗൈസ് അപ്പൊ ഞാൻ ഒരാളെ പോയി കൊണ്ടാക്കി. കാരണം അവൾക്ക് എന്തോ ഒരു ട്യൂഷൻ എന്തോ ഉണ്ട്. അപ്പോൾ അവള് പോയി. ട്യൂഷൻ മീൻസ് അവൾ ആർക്കും ക്ലാസ് എടുത്ത് കൊടുക്കണം എന്തോ ഉണ്ട്. അപ്പൊ അതിന് പോയി. അപ്പൊ മറ്റവള് ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ ഗൈസ്. ഞാൻ അങ്ങനെ അവരെ കൊണ്ടാക്കിയിട്ട് വന്നു. ഞങ്ങൾ കുറേ പഠിച്ചു, കുറച്ചൊക്കെ അങ്ങനെ സംസാരിച്ചും കളിച്ച് ചിരിച്ചൊക്കെ ഇരുന്നു. അപ്പം ഇനി ഞാൻ നാളെ എന്തെങ്കിലും ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. നാളെ ഞാൻ കോളേജിൽ പോകാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതും കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഈ വ്ളോഗ് അവസാനിപ്പിക്കാം. കാരണം ഞാൻ അധികം വ്ളോഗൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് നാളത്തെയും കൂടി കാണാം. ബൈ.